ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിൻ്റെ പൂർവിയുടെ ദ കൈറ്റ്സ് എന്ന് പറയുന്ന ലെസണാണ്. പട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇതൊരു പോമാണേ. ലെറ്റ് us ഡു ദ ആക്ടിവിറ്റീസ് ബിഫോർ വി റീഡ്. നമ്മൾ ലെസണിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഷെയർ ദം വിത്ത് യുവർ ടീച്ചർ ആൻഡ് ക്ലാസ്മേറ്റ്സ്. ഹാവ് യു എവർ ഫ്ലോൺ എ കൈറ്റ് ഓർ സീൻ സമ്മൺ ഫ്ലൈറ്റ് വെയർ വെൻ? നിങ്ങൾ പട്ടം പറത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ പട്ടം പറത്തുന്ന ആരെങ്കിലും പട്ടം പറത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എവിടാണ്, എപ്പോഴാണ്? ഡിസ്ക്രൈബ് ദ കൈറ്റ്, കളർഫുൾ, ഷേപ്പ്, ഡിസൈൻ ഓഫ് ടു ടെയിൽ, എനി അതർ ഡീറ്റെയിൽ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ കൈറ്റ്? ആ കൈറ്റ് എങ്ങനത്തതാണ്, അതിൻ്റെ ഷേപ്പ് എന്താണ്, ഡിസൈൻ എന്താണ്, അതിൻ്റെ ടെയിൽ എങ്ങനെയാണ്, അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണേ. വാട്ട് ഡിഡ് യു തിങ്ക് വെൻ യു സോ ദ കൈറ്റ് അപ്പ് ഇൻ ദ സ്കൈ? ആ കൈറ്റ് മുകളിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മളാണ് പറത്തുന്നത്, അല്ലെ നമ്മൾ ആ പറന്ന് പോകുന്ന പട്ടം നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തായിരിക്കും ഫീൽ, അല്ലെ നമ്മുടെ ചിന്ത എന്താണ്? തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? നമുക്ക് പട്ടം പറത്തുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് പറന്ന് പോകുന്നത് കാണുന്നതും, അതായത് മറ്റൊരാൾ പറത്തുന്നത് കാണുന്നതും വളരെ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? Search the internet for videos on kite festivals and watch them with your teacher and classmates. ഇനി കൈറ്റ് ഫെസ്റ്റിവൽസിനെ കുറിച്ച് നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ കിട്ടും. എന്താണ് കൈറ്റ് ഫെസ്റ്റിവൽ എന്നറിയാമോ? അതായത് നമ്മുടെ മകരസംക്രാന്തി എന്ന് പറയുന്ന സമയത്ത്, അതായത് ആ മകരസംക്രാന്തി എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ മകരവിളക്ക് എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലുടനീളം പലതരത്തിൽ ഈ ഉത്സവം ആഘോഷിക്കുന്നുണ്ട്. ബൈശാഖി എന്ന പേരിൽ, മകരസംക്രാന്തി, ഉത്തരായനം, അങ്ങനെ ഒരുപാട് പേരിൽ നമ്മൾ തമിഴ്നാട്ടിൽ പൊങ്കൽ, അപ്പോൾ ഇതിങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒരു സമയം ഒരേ ദിവസം തന്നെ രാജ്യത്ത് പല ഭാഗത്ത് പല പേരിൽ ഈ ഉത്സവം കൊണ്ടാടുന്നുണ്ട്. ആ സമയത്ത് ബൈശാഖി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് കൈറ്റ് ഫെസ്റ്റിവൽ നടത്തുന്നത്. അതായത് പല നിറത്തിലും പല തരത്തിലുമുള്ള കൈറ്റ്സ് പറത്തുന്ന ഫെസ്റ്റിവൽ. അത് നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ കിട്ടും. കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കും കേട്ടോ. ഷെയർ ദ തിങ്സ് വിത്ത് യുവർ ടീച്ചർ ദാറ്റ് വാസ് സോ ആൻഡ് വാട്ട് ദ പീപ്പിൾ വെർ ഡൂയിങ്. ആ സമയത്ത് ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാം. വുഡ് യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ദീസ് കൈൻഡ് ഓഫ് ഫെസ്റ്റിവൽസ്? നിങ്ങൾക്ക് ഇഷ്ടമാണോ ഈ ഫെസ്റ്റിവൽസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ? നമുക്ക് എല്ലാവർക്കും എല്ലാ ഫെസ്റ്റിവൽസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ് അല്ലേ? അങ്ങനല്ലേ? വാട്ട് കൈൻഡ് ഓഫ് കൈറ്റ് വുഡ് യു ലൈക്ക് ടു ഫ്ലൈ? നിങ്ങൾ എങ്ങനത്തെ കൈറ്റ് ഫ്ലൈ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് എനിക്കാണെങ്കിൽ നല്ല എന്താ പറയുന്നത്, ഹെക്സഗൺ ഷേപ്പിന്, നല്ല എന്താ പറയുന്നത്, നമ്മുടെ ഈ മീനിൻ്റെയൊക്കെ ഷേപ്പ് പോലെ ഇരിക്കുന്ന ഷേപ്പിലുള്ള കൈറ്റ് പറത്തണമെന്ന് ആഗ്രഹം. നിങ്ങൾക്കോ? നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലുക്ക് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഇവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടോ. ഒരു കുട്ടി എന്ത് ചെയ്യാണ്? ഒരു കൈറ്റ് പറപ്പിക്കുകയാണ്. അപ്പോൾ കൈറ്റ് പറപ്പിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാമെന്ന് ശ്രദ്ധിച്ചു. നമുക്ക് അതിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ബോക്സ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. വിൻഡി, കൈറ്റ്, ഫ്ലൈയിങ്, ബേർഡ്സ്, സ്കൈ, ലുക്കിംഗ്, ഹസ്, റിബൺസ്. നമ്പർ എ, ഐ ക്യാൻ സി ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ് ഇൻ ദ പിക്ചർ. എനിക്ക് ഈ പിക്ചറിൽ എന്തൊക്കെ കാണാം? ഐ ക്യാൻ സി ബേർഡ്സ്, ഐ ക്യാൻ സി കൈറ്റ്സ്, ഐ ക്യാൻ സി സ്കൈ. അപ്പം 3 വാക്കുകൾ ഏതൊക്കെയാണ്? കൈറ്റ്, ബേർഡ്സ്, സ്കൈ. ഇത് 3ഉം എനിക്ക് കാണാം. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ. രണ്ടാമത്തെ, ദ വെദർ ഇൻ ദ പിക്ചർ ഈസ്, എന്താണ് വെദർ ഇൻ ദ പിക്ചർ? വിൻഡി. കണ്ടോ? ഇതാണ് എൻ്റെ ആൻസർ. നല്ല കാറ്റുള്ള, എന്താണ് നമുക്ക് അങ്ങനെ മനസ്സിലാകുന്നത്? നല്ല പട്ടം നന്നായിട്ട് പറക്കുന്നുണ്ട് അല്ലേ? ദ കൈറ്റ് ഈസ് ഡാഷ് ഹൈ ഇൻ ദ സ്കൈ. സ്കൈയിൽ എന്ത് ചെയ്യുകയാണത്? ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. ദ ചൈൽഡ് ഈസ് ഡാഷ് ഫ്രം ബിലോ, ലുക്കിംഗ് ഫ്രം ബിലോ. താഴെ നിന്നാണ് മുകളിലോട്ട് നോക്കുന്നത്. ദ ടെയിൽ ഓഫ് ദ കൈറ്റ് ഹാസ് റിബൺസ്. നോക്കിയേ, അതിൻ്റെ വാലിന് എന്തുണ്ട്? റിബൺസ് ഉണ്ട്. നൗ തിങ്ക് ആൻഡ് ആൻസർ. ഇനി നമുക്ക് ആലോചിച്ച് പറയാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ലിസ്റ്റ് 2 more things that you have add to this picture. ഈ പിക്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? നമുക്ക് 2-3 ആൾക്കാരുടെ ഇവിടെ എന്താ പറയുന്നത്, പട്ടം പറത്തുന്നതായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്കിവിടെ വേണമെങ്കിൽ ഒരു മരത്തിൻ്റെയൊക്കെ പടം ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അങ്ങനെ
കുറേ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ബി, ഇഫ് ഐ വെയർ എ ചൈൽഡ് ഐ വുഡ്. ഞാൻ എന്താ പറയുന്നത്, ഒരു കുട്ടി, ഐ വെയർ ദ ചൈൽഡ്, ഞാൻ കുട്ടിയായിരുന്നെങ്കിൽ എന്ത് ചെയ്തിരുന്നത്, എന്താണ്, ലവ് ടു പ്ലേ വിത്ത് ദ ബേർഡ്സ്. ഈ ബേർഡ്സുമായിട്ട്, അതായത് ഈ ഞാനൊരു കുട്ടി, ഇഫ് ഐ വെയർ എ ചൈൽഡ് ഐ വുഡ് പ്ലേ വിത്ത് ബേർഡ്സ്. പ്ലേ വിത്ത് ബേർഡ്സ്. അപ്പം എന്താ, ഐ വുഡ് പ്ലേ വിത്ത് ബേർഡ്സ്. ഇഫ് ഐ വെയർ എ കൈറ്റ്, ഞാനൊരു കൈറ്റ് ആണെന്നെങ്കിലോ, ലവ് ടു ഫ്ലൈ ഹൈ. ഐ വുഡ് ലവ് ടു ഫ്ലൈ ഹൈ. ഐ വുഡ് ലവ്. മറ്റടുത്ത് നമ്മൾ ആദ്യത്തെ എന്നത്തോ അത് ചെയ്യാം, ഐ വുഡ് ലവ് എന്ന് എഴുതാം കേട്ടോ. ഇനി നമ്മൾ ലെസണിലേക്ക് പോവാണ്, പോകത്തിലേക്ക്. അപ്പ് ഇൻ ദ എയർ സീ ദ കൈറ്റ്സ് ഫ്ലൈ ലൈക്ക് കളേർഡ് ബേർഡ്സ് ഇൻ ദ വിൻഡി വിപ്ഡ് സ്കൈ. അപ്പ് ഇൻ ദ എയർ, നമ്മുടെ വായുവിൽ ഉയർന്നു നിൽക്കുന്നു. സീ ദ കൈറ്റ്സ് ഫ്ലൈ, എന്താ, ആകാശത്ത് ഇങ്ങനെ കേട്ടോ, കൈറ്റ്സ് പറന്ന് നടക്കുകയാണ്. ലൈക്ക് കളേർഡ് ബേർഡ്സ്, എങ്ങനെയാണ് കാണുന്നത്, നല്ല നിറമുള്ള ബേർഡ്സിൻ്റെ കൂട്ടാണ് കാണുന്നത്. ഇൻ ദ വിൻഡ് വിപ്ഡ് സ്കൈ, എന്താണ് ആ സ്കൈയുടെ പ്രത്യേകതയാണ് പറയുന്നത്, നല്ല വിൻഡിയാണ്, അതായത് നല്ല കാറ്റുള്ള സമയത്ത് കളറുള്ള ബേർഡ്സ് പറക്കുന്ന പോലെയാണ് ഈ കൈറ്റ്സ് നമുക്ക് ആകാശത്ത് തോന്നുന്നത്. ഐ വിഷ് ഐ വെ സ്മോൾ ആൻഡ് ലൈറ്റ് ആസ് എയർ. ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ത്, ഞാനും തീരെ ഭാരമില്ലാത്തതായിരുന്നുവെങ്കിൽ, ഞാൻ മീൻസ് ഈ പറത്തുന്ന കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഐ വുഡ് ക്ലൈംബ് ഓൺ ദ കൈറ്റ് ആൻഡ് സെയിൽ അപ്പ് ദെയർ. എനിക്ക് തീരെ ഭാരമില്ലാന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഈ കയറ്റിൻ്റെ മുകളിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് സെയിൽ അപ്പ് ദെയർ, മുകളിലേക്ക് പോകാമായിരുന്നു. എനിക്ക് തീരെ ഭാരമില്ലായിരുന്നെങ്കിൽ ഈ കയറ്റിന് മുകളിൽ കയറി എനിക്ക് ആകാശത്തേക്ക് പോകാമായിരുന്നു. Then I would drift upon the paper wings and hear the songs that the wild wind sings. ഇനി എന്താ, അങ്ങനെ എനിക്ക് പോകാൻ പറ്റിയായിരുന്നല്ലോ. ദെൻ ഐ വുഡ് ഡ്രിഫ്റ്റ് അപ്പോൺ ദ പേപ്പർ വിങ്സ്. എനിക്ക് ഈ കൈറ്റിൻ്റെ പേപ്പർ വിങ്സ് ഇല്ലേ, പേപ്പർ കൊണ്ടുണ്ടാക്കിയ ചെറുകൾ, അതിലിരുന്നിട്ട് എന്ത് ചെയ്യാം, ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വെരി സ്ലോ മൂവ്മെൻ്റ് ആണ്. ആൻഡ് ഹിയർ ദ സോങ്സ് ദാറ്റ് ദ വൈൽഡ് വിൻഡ് സിങ്സ്. ഈ കാറ്റിൻ്റെ പാട്ട് കേൾക്കാമായിരുന്നു. കാറ്റടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, അതിന് കാറ്റിൻ്റെ പാട്ടാണ് പറയുന്നത്. വലിയ കൊടുങ്കാറ്റൊന്നും അല്ല കേട്ടോ, കൊടുങ്കാറ്റിൽ നമുക്ക് പട്ടം പറത്താൻ പറ്റത്തില്ല, പട്ടം പറിച്ചുകൊണ്ട് പോകും. അപ്പം ഈ വളരെ എന്താ പറയുന്നത്, നല്ല രീതിയിലുള്ള പട്ടം പറത്താൻ പറ്റുന്ന രീതിയിലുള്ള കാറ്റാണുള്ളത്. അപ്പോൾ ആ കാറ്റിൻ്റെ പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റും. What fun it would be to look right down over the park and the rooftop of town. ഇനി ഞാൻ അവിടെ നിന്നിട്ട്, അതായത് ഈ പട്ടത്തിൻ്റെ മുകളിൽ കയറി പോകണേ, അവിടെ മുകളിൽ ചെന്നിട്ട് എനിക്ക് താഴേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാണാൻ പറ്റും അല്ലേ. എല്ലാ വീടുകളുടെയും റൂഫ് ടോപ്പ് കാണാൻ പറ്റും, മുകൾ വശം കാണാൻ പറ്റും, നല്ല പാർക്കുകളൊക്കെ കാണാൻ പറ്റും. അതൊക്കെ നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. The people below would stand and stare and wish they were me high in the air. ഇനിയും ഇത് മാത്രമാണ്, താഴെ നിൽക്കുന്ന ആൾക്കാരെന്താ ചിന്തിക്കുന്നത്, ദ പീപ്പിൾ ബിലോ വുഡ് സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ, എന്നെ കണ്ണ് തള്ളി നോക്കും. സ്റ്റെയറിങ് എന്ന് പറഞ്ഞാൽ എന്താ, തുറിച്ച് നോക്കുക എന്നർത്ഥം. അപ്പം താഴെ നിന്ന് എന്നെ തുറിച്ച് നോക്കുക എന്നാണ്, അവരും ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ആഗ്രഹിക്കുന്നത്, ഇതുപോലെ എന്നെപ്പോലെ ഈ എയറിൽ കറങ്ങി നടക്കാൻ അവരും ആഗ്രഹിക്കുന്നു. അപ്പം ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ചിന്തയാണ് കൈറ്റിൻ്റെ മുകളിൽ കയറി ആകാശത്തേക്ക് പറന്ന് നടക്കാമെന്നുള്ളത് അല്ലേ. നമുക്ക് ചിറവൊന്നുമില്ല ബേർഡ്സിനെ പോലെ പറന്ന് നടക്കാൻ. അപ്പോൾ കൈറ്റ് എനിക്ക് തീരെ ഭാരക്കുറവായിരുന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈറ്റിൽ കയറി എനിക്ക് ഈ ആകാശത്തൂടെ ഇങ്ങനെ പറന്ന് നടക്കാമെന്നുള്ള കുട്ടിയുടെ ആഗ്രഹമാണ് പറയുന്നത്. ഡാഫ്നി ലിസ്റ്റൺ എന്ന് പറയുന്ന പോയറ്റാണ് ഇത് എഴുതിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ട്രൂ ഓർ ഫോൾസ് ഉണ്ട്, നോക്കാം. ദ ചൈൽഡ് ഈസ് ലുക്കിംഗ് അറ്റ് ദ കൈറ്റ്സ്. കുട്ടി എന്ത് ചെയ്യുകയാണ്, ആ കൈറ്റിനെ നോക്കിയിരിക്കുകയാണ്. ട്രൂ ആണ്. ദ കൈറ്റ് ലുക്ക് ലൈക്ക് ബേർഡ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ദാറ്റ്സ് ഓൾസോ ട്രൂ. ബേർഡ്സിൻ്റെ പലതരത്തിലുള്ള ബേർഡ്സ് ആയിട്ട് കാണുന്നു. ഇറ്റ് വാസ് എ റെയിനി ഡേ അല്ലായിരുന്നു അല്ലേ, അതൊരു വിൻഡി ഡേ ആയിരുന്നു. ദ ചൈൽഡ് വാണ്ട് ടു ബി ലൈക്ക് എ കൈറ്റ്.
കുട്ടി ഈ കൈറ്റ് ആകണം എന്നല്ല ആഗ്രഹിച്ചത്. എന്താണ്? അവൾ ലൈറ്റ് ആവണമെന്ന്, അതായത് ഭാരം കുറയണമെന്നാണ്. ദ ചൈൽഡ് വിഷസ് ടു ക്ലൈംബ് ഓൺ ദ കൈറ്റ്. ആ കൈറ്റിൽ കയറി നടക്കണം എന്നാണ് അവൾ ആഗ്രഹിച്ചത്. ദ കൈറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ക്ലോത്ത് ആൻഡ് പ്ലാസ്റ്റിക്. ആണോ? അല്ല, പേപ്പർ വിങ്സ് ആണ് അതിനുള്ളത്. ആൻഡ് ദ ചൈൽഡ് വാണ്ട്സ് ടു റൈഡ് ദ കൈറ്റ്. ചൈൽഡ് എന്താണ്? കൈറ്റ് റൈഡ് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. അത് എന്താ പറയുന്നത്, അത് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ദെൻ ദ ചൈൽഡ് നോസ് ദേ വുഡ് ഹാവ് ഫൺ. അവർക്ക് നല്ല രസകരമായിരിക്കുമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ദ ചൈൽഡ് വാണ്ട്സ് ടു ലുക്ക് അറ്റ് ദ കൈറ്റ് ഫ്രം ദ റൂഫ് ടോപ്പ്. പിന്നെ എന്താ പറയുന്നത്, കൈറ്റിനെ റൂഫ് ടോപ്പിൽ നിന്ന് കാണണം എന്നല്ല പറയുന്നത്. കൈറ്റ് എൻ്റെ മുകളിൽ കയറിയിട്ട് അതിനെ റൂഫ് ടോപ്പ് കാണണമെന്ന് പറയുന്നത്. ദ ചൈൽഡ് വുഡ് ലൈക്ക് ടു ലുക്ക് അറ്റ് പീപ്പിൾ ഡൗൺ ബിലോ. എന്താ ഇത് ട്രൂ ആണ് അല്ലേ? താഴേക്ക് കുട്ടിക്ക് താഴെ ആൾക്കാരെ നോക്കാൻ ആഗ്രഹമുണ്ട്. ദ ചൈൽഡ് നോസ് ദ പീപ്പിൾ വുഡ് സ്റ്റെയർ. അവൾക്കറിയായിരുന്നു ആൾക്കാർ അവളെ തുറിച്ച് നോക്കുന്നല്ലേ? ട്രൂ ആണേ. Then complete the following sentences. The poet says, the kite are like colored birds. See the kites fly like colored birds in the sky. The kite have been compared to birds. അല്ലേ? ബേഡ്സുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ ഫ്ലൈയിങ്. അല്ലേ? അവരെന്ത് ചെയ്യുന്നു? ദേ ആർ ഫ്ലൈയിങ്. അല്ലേ? ദേ ഫ്ലൈ എന്ന് എഴുതിയാലും മതി കേട്ടോ. The child wishes to be like air. I wish I were small or as light as air. എന്താണ്? എനിക്ക് വളരെ ഭാരക്കുറവ് വേണമെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. The child wishes to be light as air. The child wishes this to be able to climb. എന്താണ്? CLIMB, climb on the kite and fly. The poet uses simile in A and B to compare the kites with colored birds and quality of being light as air. The poet uses like and as to compare. സിമിലി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ഉപമ എന്ന് പറയും. അതായത് അതിനെ പോലെ ആണ് എന്നുള്ള അർത്ഥം. സെയിം അസ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ബേർഡ്സിനെ പോലാണ് കൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു, കളേർഡ് ബേർഡ്സിനെ പോലാണ് കൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ എയർ, ലൈറ്റ് ആസ് എയറിനെ പോലെ ഭാരക്കുറവ് എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ ലൈക്കും മസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നിരിക്കും, താരതമ്യം ചെയ്യാൻ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താ പറയുന്നത്, സിമിലി എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ ഉപമയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. And do you think that the use of simile in the poem helps imagine better when we read the poem? Share your thoughts. Find set of words from the poem begin with the same consonant sound. Which consonant sound do both the words begin with? Stanza 1-ൽ നമ്മൾ ഒരേപോലത്തെ വേർഡ്സ് എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ആ പോം കണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ, എന്നെങ്കിലും എനിക്ക് മനസ്സിലാവത്തുള്ളൂ. സ്റ്റാൻസ 1-ൽ വൈൽഡ് ആൻഡ് വിൻഡ്. സ്റ്റാൻസ 1 നോക്കിയേ, ഇതിനകത്തിൽ വിൻ വിപ്ഡ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. രണ്ടും ഡബ്ല്യൂയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വൈൽഡ് വിൻഡ് ഇവിടെ വരുന്നതും അതുപോലെ തന്നെ കൺസണൻറ്റ് സെയിം ആണ്. അതുപോലെ സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ ഇവിടെ എസ് എന്ന് പറയുന്ന കൺസണൻറ്റ് സെയിം ആയിട്ട് വരുന്നത്. ഇങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. അതിന് പറയുന്ന പേര് അലിട്രേഷൻ എന്നാണ്. അതായത് ഫോർ എക്സാമ്പിൾ ബിഗ് ബ്രൈറ്റ് ബ്ലൂ ബാഗ് കണ്ടോ, ബി സ്റ്റാർട്ടിങ് എല്ലാം ആ ഒരു ഇതിനകത്ത് ലൈനിൽ ബി എന്ന് പറയുന്നതാണ് എല്ലാ വേർഡിൻ്റെയും സ്റ്റാർട്ടിങ് ലെറ്റർ. ഫണ്ണി ഫാൻ എക്സെട്ര. ഇനി അതുപോലത്തെ ഒരു 4 അലിട്രേഷൻ അവർ ചോദിക്കുന്നുണ്ട്. ബൗൺസിങ് ബലൂൺ, ബ്രൈറ്റ് ബേർഡ്, ഡസ്റ്റി ഡൗൺ, ഡ്രീമി ഡേയ്സ്, സ്വീറ്റ് സ്മൈൽ, സിൽവർ സ്റ്റാർ, കാം ക്യാറ്റ്, ക്രിസ് ക്രാക്കേഴ്സ്. അപ്പോൾ ഇതൊക്കെ 4 എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്.
The last stanza, the two words that the poet repeats are dash to tell us the kite is flying very high. അതായത് വളരെ ഉയരത്തിലാണ് എന്ന് പറയുന്ന രണ്ട് വേർഡ്സ്. അതായത് അവർ നമ്മൾ ആ പോയത്തിൻ്റെ സൈഡിൽ, അതായത് ലാസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഹൈ ഹൈ ഇൻ ദ എയർ എന്ന് പറയുന്നുണ്ട്. ഹൈ ഹൈ ഇൻ ദ എയർ. അപ്പോൾ അതിനർത്ഥം എന്താണ്? ആ കൈറ്റ് വളരെ ഉയരത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് പറയുന്നത്. വെരി ഹൈ എന്നാണ് കേട്ടോ. ആർ ഹൈ ഹൈ ടു ടെൽ us the kite is flying very high. Study each stanza and underline rhyming words from the end of each line. Also circle the end words of the stanzas. Do not have rhyme. ഇനി ഇതെന്ന് പറയുന്നത് നമുക്ക് റൈംസ് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വേർഡ്സ്, എൻഡിങ് വേർഡ്സ് നമുക്ക് നോക്കാനുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയ സെയിം റൈമിങ് വരുന്നത്. ഇപ്പം ഫ്ലൈ, സ്കൈ ഒരുപോലല്ലേ പറയുന്നത്. പിന്നെ എയർ, ദേർ, ഇത് റൈമിങ് വേർഡ്സാണ്. ഇനി റൈമിങ് അല്ലാത്തതോ നോക്കാം നമുക്ക്. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് റൈമിങ് ആയിട്ടൊന്നും വരുന്നില്ല. അടുത്ത ബേർഡ്സ്, അതിനകത്തൊന്നും റൈമിങ് ആയിട്ട് വരുന്നില്ല. സ്മോള് എന്ന് പറയുന്നതിനകത്തും റൈമിംഗ് ഒന്നും വരുന്നില്ല. എൻഡ് വേർഡ്സാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. കൈറ്റ്സ് അതില്ല. അപ്പം അങ്ങനെ റൈമിംഗ് വരുന്ന ഒരുപോലെ പറയുന്നതും പറയാത്തതുമായിട്ടുള്ള വേർഡ്സ് നിങ്ങൾ സർക്കിൾ ചെയ്യണം. നെക്സ്റ്റ്, read the given line from the poem and answer the following. What fun it would be it look right down over the park and rooftop of town. Circle the word that does not share the same feeling as fun. Joy, excitement, care, happiness. അതായത് ഫൺ എന്ന വാക്കിനോട് യോജിക്കാത്ത, നോട്ട് ഷെയർ ദ സെയിം ഫീലിംഗ്. ആ ഫൺ എന്ന് പറഞ്ഞാൽ ജോയ് ആണോ, എക്സൈറ്റ്മെൻ്റ് ആണോ, കെയർ ആണോ, ഹാപ്പിനെസ് ആണോ? അതിനകത്തിൽ നമുക്ക് എന്താ മനസ്സിലാവും? കെയർ എന്ന വാക്കാണ് ഫണ്ണിനോട് ചേരാത്തത്. വിച്ച് ലൈൻ ടെൽസ് us the poet was somewhere above. എന്താ പറയുന്നത്? ഇതിനകത്തിൽ അല്പം മുകളിലാണ്, പോയിറ്റ് മുകളിലാണെന്ന് പറയുന്നത് എന്താ? റൂഫ് ടോപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതിൽ നിന്നാണ് മനസ്സിലായത്. ചൂസ് ദ സീൻ ദ ചൈൽഡ് സോ. കുട്ടി കണ്ട കാഴ്ച നമുക്ക് ഇതിനകത്ത് പറയുന്ന ഏത് രീതിയിലായിരിക്കും കാണുന്നത്? ഇതായിരിക്കും അല്ലേ? ഇങ്ങനെ ഒരു പിക്ചറാണ് അത് കാണുന്നതെന്ന് പറയുന്നുണ്ട് അല്ലേ? മുകളിൽ നിന്ന് റൂഫ് ടോപ്പിലേക്ക് നോക്കുന്ന പോലെ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഹൗ ഡസ് ദ പോയറ്റ് ഡിസ്ക്രൈബ് ദ കൈറ്റ് ഇൻ ദ ഫസ്റ്റ് 2 ലൈൻസ്? ആദ്യത്തെ 2 ലൈൻസിൽ എന്താണ് കൈറ്റിനെ കുറിച്ച് പറഞ്ഞ പോയിട്ട്? ഇൻ ദ ഫസ്റ്റ് 2 ലൈൻസ് ഓഫ് ദ പോയം കൈറ്റ്, the poet often describes the kite with vivid imaginary, capturing their beauty and moment in the sky. എന്താ പറയുന്നത്? ആ കൈറ്റിൻ്റെ ഏറ്റവും ഭംഗിയുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ്, കളർഫുള്ളാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് എ ചൈൽഡ് സേ ദാറ്റ് ദേ ഹാവ് ടു ക്ലൈംബ് എ ട്രീ ഫസ്റ്റ് ടു ഗെറ്റ് ഇൻ ടു ദ കൈറ്റ്? ഈ കുട്ടി പറയുന്നുണ്ട് ദേ ഹാവ് ടു ക്ലൈംബ് എ ട്രീ ഫസ്റ്റ് ടു ഗെറ്റ് ഓൺ ടു ദ കൈറ്റ്. അതായത് ഈ കൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് എന്താണ്? ഒരു മരത്തിൽ കയറണം. ദ ചൈൽഡ് സേസ് ദേ ഹാവ് ടു ക്ലൈംബ് എ ട്രീ ഫസ്റ്റ് ടു ഗെറ്റ് ഓൺ ടു ദ കൈറ്റ് ബിക്കോസ് ദ കൈറ്റ് ഈസ് സ്റ്റക്ക് ഓർ എൻറ്റാങ്കിൾഡ് ഇൻ ദ ട്രീ. When the kite gets caught on the branches and the child needs to climb to tree to retrieve it. അതായത് ഈ ഒരു കൈറ്റ് ഈ ട്രീയിൽ കുടുങ്ങിപ്പോയതുകൊണ്ട് ആ മരത്തിൽ കയറിയെങ്കിൽ മാത്രമേ പിന്നെ ആ കൈറ്റ് എടുക്കാൻ പറ്റുന്നുള്ളൂ. വാട്ട് ആർ the songs that the child hears when flying atop the sky kite? കൈറ്റിൻ്റെ മുകളിൽ കയറുമ്പോൾ അവൾ എങ്ങനത്തെ സൗണ്ടാണ് അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞില്ലേ? എന്താണ്? ഇത് വിൻഡിൻ്റെ പാട്ട് കേൾക്കുന്നതാണ്. പിന്നെ സോങ് ഓഫ് നേച്ചർ ഇൻക്ലൂഡിങ് ദി വിസ്ലിംഗ് ഓഫ് ദ വിൻഡ് ആസ് ഇറ്റ് ബ്രഷസ് പാസ്റ്റ്. വളരെ വേഗത്തിലടിക്കുന്നുണ്ട്, വിൻഡിൻ്റെ ശബ്ദമാണ്, പാട്ടാണ് കേൾക്കുന്നത്. വൈ ഡിഡ് the people look up in the child and stare? If you look up and saw that, what feeling would you have? ഇനി ആൾക്കാർ അവരെ തുറച്ചു നോക്കുന്നതെന്ന് പറഞ്ഞില്ലേ? അതിൻ്റെ കാര്യം എന്താണ്, അല്ലെ അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്കതെങ്ങനെ ഫീൽ ചെയ്യും? The people looked up the child and stared because seeing a child flying the top of a kite is an unusual, magical and extraordinary sight. It would be something unexpected and ഇൻസ്പയറിങ് ആൻഡ് ക്യാപ്ചറിങ് അറ്റൻഷൻ ആൻഡ് ക്യൂരിയോസിറ്റി. അതായത് ഇങ്ങനെയുള്ള ഒരു കാഴ്ച ആരും കാണാത്തതുകൊണ്ട് ഒരു കൈറ്റിൻ്റെ മുകളിൽ ഒരു കുട്ടി പറന്നു വന്നത്
അങ്ങനെ ഒരു കാണാൻ സാധ്യതയില്ലാത്ത ഒരു കാഴ്ച ആയതുകൊണ്ടാണ് ആൾക്കാർ തുറച്ചു നോക്കുന്നത്. ഇഫ് ഐ ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ദാറ്റ് ഐ വുഡ് ഫീൽ എ മിക്സ് ഓഫ് അമേസ്മെൻറ്റ് ആൻഡ് കൺസേൺ. എനിക്കാണെങ്കിൽ നമുക്കും അങ്ങനെ നമ്മൾ കാണുവാണെങ്കിലോ നമുക്കൊരു അമേസ്മെൻറ്റ് തോന്നും അല്ലേ. ഞാൻ പട്ടത്തിൻ്റെ മുകളിലിരുന്ന് പോവാം, താഴേക്ക് ആൾക്കാരെല്ലാം നമ്മളെ നോക്കുകയാണെങ്കിൽ ദ അമേസ്മെൻറ്റ് വുഡ് കം ഫ്രം witnessing such as fantastic scenes like something out of a fairy tale or a dream. ഒരു ഫെയറി ട്രെയിൽ അല്ലെങ്കിൽ ഡ്രീം പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇഫ് യു വെയർ ദ കൈറ്റ് ക്യാരിങ് ദ ചൈൽഡ് ഹൈ അപ്പ് ഇൻ ദിസ് എയർ വാട്ട് വുഡ് യു ടെൽ ദം. നമ്മൾ കൈറ്റ് ആണെങ്കിൽ എന്താണെന്ന്, ഇഫ് ഐ വെയർ എ കൈറ്റ് ക്യാരിങ് ദ ചൈൽഡ് ഹൈ ഇൻ ദ എയർ ഐ വുഡ് ടെൽ ദം ടു ഹോൾഡ് ഓൺ ടൈറ്റ് ആൻഡ് എൻജോയ് ദ വ്യൂ. ഞാൻ എന്തായിരിക്കും പറയുന്നത്, മുറുക്കെ പിടിച്ചിട്ട് ഈ വ്യൂസ് കാണാൻ. The young adventure from up here they can see the world a whole new way, feel the wind in the hair and the freedom of the sky. നമുക്ക് അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ എന്ത് മനോഹരമായിരുന്നു അല്ലേ. ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം മുകളിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ഒരു കൈറ്റിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാർട്സ് ഇതൊരു കൈറ്റിൻ്റെ നോസ് എന്ന് പറയും. ഇത് കവർ, സ്പൈൻ, കൈറ്റ് ലൈൻ, ദെൻ ടെയിൽ, പിന്നെ ഇതിൻ്റെ നൂലാണ് വീൽ. ഇത്രയും കാര്യങ്ങളാണ് ഒരു കൈറ്റിനുള്ളത്. Now complete the conversation by filling the blanks with some parts of kite. I love the yellow tail at the end of the kite. What's the color of your kite? അപ്പോൾ ഇവിടെ ടെയിൽ എന്ന വേർഡ് എഴുതണം. അതിനകത്ത് തന്നെ ഉണ്ട്, അത് നോക്കി എഴുതിയാൽ മതി സ്പെല്ലിംഗ്. മൈ കൈറ്റ് കളർ COLOUR ഈസ് പിങ്ക്. ദ ഡാഷ് ഈസ് ബ്ലാക്ക്. അതിൻ്റെ ഏത് ഭാഗം ബ്ലാക്ക് എന്നാണ് പറയുന്നത് നോക്കാം നമുക്ക്. സ്പൈൻ SPINE സ്പൈൻ ഈസ് ബ്ലാക്ക്. ഓ വണ്ടർഫുൾ. മൈ കൈറ്റ് ഈസ് റെഡ്. എൻ്റെ കൈറ്റിൻ്റെ ഏത് ഭാഗമാണ് റെഡ് എന്ന് പറയുന്നത്? ലൈൻസ് LINE ലൈൻ ഈസ് റെഡ്. ദ റീൽ ദാറ്റ് റാപ്പ് ഈസ് ഗ്രീൻ. ഐ റിയലി ലൈക്ക് ഇറ്റ്. അപ്പോൾ ഇത് നോക്കി അപ്പുറത്ത് നോക്കി സ്പെല്ലിംഗ് കറക്റ്റായിട്ട് എഴുതണേ. മൈ കൈറ്റ് ലൈൻ ഈസ് റെഡ് ടു. ദ ടിപ്പ് ഓഫ് മൈ കൈറ്റ് ഹാസ് എ ബ്ലൂ. അതിൻ്റെ നോസ് NOS ആണേ, ഇപ്പുറത്തുണ്ടത് ടിപ്പ് നോസ്. ആൻഡ് ദ ബ്യൂട്ടിഫുൾ ലെറ്റ് us go fly our pretty kites. അപ്പോൾ ബീനയും സരോജയും നമ്മളൊരു കൺവെർസേഷനാണ് നമ്മൾ ഇവിടെ കണ്ടത്. Let us create a poem using the words of the kite. കൈറ്റിൻ്റെ വേർഡ്സ് ഒക്കെ ചേർത്തിട്ടൊരു പോയം. ദ ഫസ്റ്റ് ലൈൻ ദ സബ്ജക്റ്റ് കീപ് ദിസ് ഈസ് വൺ വേർഡ് യൂസ് എ നൗൺ കൈറ്റ്. ദ സെക്കൻഡ് ലൈൻ ടു ഡിസ്ക്രൈബിങ് വേർഡ്സ് ഫോർ ദ നൗൺ pretty ആൻഡ് കളർഫുൾ. നമ്മൾ സ്റ്റാൻസ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. ലൈൻ 3 includes 3 action words flying, floating, soaring. Line 4 uses 2 words that describe the action words quickly and happily. Line 5 in one word that has the same meaning of the subject or synonym, that is pepper, bird. ഇനിയും സിൻക്വീൻ പോയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വരി കവിത എന്നാണ് അർത്ഥം. അതായത് 5 വരി മാത്രമുള്ള ഒരു കവിത. ഇപ്പോൾ കൈറ്റിനെ കുറിച്ച് എഴുതിയേക്കുന്നത് പ്രിറ്റി, കളർഫുൾ, ഫ്ലൈയിങ്, ഫ്ലോട്ടിങ്, സോറിങ്, ക്വിക്ക്ലി ആൻഡ് ഹാപ്പിലി, പേപ്പർ ബേർഡ്. ഇത് ഒരു സിൻക്വീൻ എന്ന് പറയുന്ന 5 ലൈൻ പോയം, 5 വരി കവിത. അപ്പോൾ നമ്മൾ എന്താ പറയുക, ദ പോയിറ്റ് യൂസസ് ദ വേർഡ് ഫ്ലൈ ആൻഡ് ഡ്രിഫ്റ്റ് ടു ടെൽ അബൌട്ട് കൈറ്റ്സ് മൂവ്മെൻറ്റ്. കൈറ്റിൻ്റെ മൂവ്മെൻറ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഫ്ലൈയും ഡ്രിഫ്റ്റും ഒക്കെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കി, ഇതുപോലെ ഒരു കവിത നമ്മൾ എഴുതാം ഇവിടെ. ചൈൽഡ് ഇൻസെൻറ്റ് ചമ്പി ലാഫിങ് ലുക്കിംഗ് പ്ലേയിങ് ലൈറ്റ്. ഒരു കുട്ടിയെക്കുറിച്ചുള്ള കവിതയാണ്. ഇതും ഒരു 5 വരി കവിതയാണേ. ഇനി സർക്കിൾ ദ വേർഡ്സ് മാച്ച് വിത്ത് ഡ്രിഫ്റ്റ് മൂവ്മെൻറ്റ്. ഡ്രിഫ്റ്റ് മൂവ്മെൻറ്റിനോട്, ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് അല്ല, ഒത്തിരി ഫാസ്റ്റ് അല്ല, ഫാസ്റ്റും ക്യുക്കും അല്ലാത്ത മൂവ്മെൻറ്റ്സ്. അത് ബാക്കിയെല്ലാം അതിനകത്ത് വരുന്ന സ്ലോയെ, അപ്വേഡ്, ഡൗൺവേഡ്, റൗണ്ട് ആൻഡ് റൗണ്ട്, ഫ്ലോട്ട്, ഇതൊക്കെ ഡ്രിഫ്റ്റ് എന്ന വാക്കിനോട് ചേരുന്ന വാക്കുകളാണ്. സ്റ്റഡി സം അതർ വേർഡ്സ് അബൌട്ട് കൈറ്റ്സ് മൂവ്മെൻറ്റ് ആൻഡ് ഷെയർ വാട്ട് ദ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ദേ ഷോ. യു ക്യാൻ ലുക്ക് അറ്റ് ഫോർ ദ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്. ഗ്ലൈഡ്, ഡൈവ്, സോറ്, സ്വൂപ്പ്, സർക്കിൾ. ഇതൊക്കെ എന്താണ് ഇതിൻ്റെ കൈറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് എക്സ്പ്രഷൻ ലൈക്ക് അപ്പ് ഇൻ ദ എയർ, ലുക്ക് റൈറ്റ് ഡൗൺ, സ്റ്റേ അപ്പ് ദെയർ, സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. റീഡ് ഹൗ ദീസ് എക്സ്പ്രഷൻസ് ആർ യൂസ്ഡ് ഇൻ ദ പോയം. ഈ പോയത്തിൽ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തതെന്ന് നോക്കാനാണ്.
ഇൻ പെയർസ് മേക്ക് സെൻറ്റൻസ് യൂസിങ് ദ എക്സ്പ്രഷൻ ഡിസ്കസ് വിത്ത് യുവർ ടീച്ചർ. അപ്പോൾ നമ്മൾ ഇത് ഓരോന്നും എങ്ങനെയാണ് പോയത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഗ്ലൈഡ്, എ സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് മൂവ്മെൻറ്റ്, ഓഫൻ സ്ലോ ആൻഡ് ഗ്രേസ്ഫുൾ, സിമിലർ ടു ഡ്രിഫ്റ്റിംഗ്. അത് ഗ്ലൈഡ് എന്ന് പറഞ്ഞാൽ. ഡൈവ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ആൻഡ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ്, ഓഫൺ സഡൻ. സോർ എന്ന് പറഞ്ഞാൽ എ ഫാസ്റ്റ് അപ്വേർഡ് മൂവ്മെൻറ്റ്, ഓഫൺ ഹൈ ആൻഡ് വിത്ത് സ്ട്രെയിൻഡ് മോഷൻ. നോക്കി, എല്ലാ മോഷനാണ്, മൂവ്മെൻറ്റാണ്, പക്ഷേ ഓരോ വേർഡിനും ഓരോ അർത്ഥമാണ്. സ്വീപ്പ്, എ ഫാസ്റ്റ് മൂവ്മെൻറ്റ്, ടിപ്പിക്കലി ഡൗൺവേർഡ് ആൻഡ് ദെൻ അപ്വേർഡ് അഗെയിൻ, often sudden. Circle, a movement that going round and round, maintaining a steady path. അപ്പം ഇതാണ് മൂവ്മെൻറ്റിൻ്റെ വ്യത്യാസം ഓരോന്നിനും. താങ്ക് യു. നമ്മുടെ ലെസൺ ഇവിടെ തരികയാണ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.